കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായ മടിക്കയിൽ എന്നും LDFിന്റെ കരുത്തുറ്റ കോട്ടയാണ്. അപ്പോൾ ആ കോട്ട നിലനിർത്താനായി കെ സബീഷാണ് ഇത്തവണ സ്ഥാനാർത്ഥിയായി ഇറങ്ങുന്നത്. കെ സബീഷിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സിജു കണ്ണനും കെ സബീഷിനൊപ്പം ചേരുന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മടിക്കൈ ഡിവിഷനിൽ ചരിത്ര വിജയം കുറിക്കാനുള്ള ഒരുക്കത്തിലാണ് LDF. ഇപ്പോൾ സ്ഥാനാർത്ഥി കെ സബീഷ് കൂടെ ചേരുന്നുണ്ട്. മടിക്കയിൽ എന്തൊക്കെയാണ് LDFിന്റെ പ്രതീക്ഷകൾ? മടിക്കയിൽ വലിയ ഭൂരിപക്ഷത്തിൽ LDF ജയിക്കും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നാടിനകത്ത് ജനങ്ങൾ നെഞ്ചേറ്റിരിക്കുകയാണ്. വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ പോയപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ പോലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ അവർ തയ്യാറായി നിൽക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത്. കുറേ അമ്മമാരിങ്ങനെ ചുറ്റും നിൽക്കുന്ന ഇങ്ങനെ വലിയൊരു സ്വീകരണമാണല്ലോ മടിക്കയിൽ നിന്ന് കാണുന്നത്. മടിക്കൈ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചെങ്കോട്ടയാണ്. ഇവിടെയുള്ള അമ്മമാരും ഇവിടെയുള്ള കുട്ടികളെല്ലാവരും ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. നിങ്ങളിവരോട് നേരിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് അവരുടെ ഒരു ആവേശവും അവരൊരു ആത്മധൈര്യവും പാർട്ടിയോടുള്ളൊരു കൂറെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അമ്മ എങ്ങനെയുണ്ട്? പാർട്ടി ജയിക്കൂല ഇവിടെ? ഇതന്നെ നമ്മളെ സ്ഥാനാർത്ഥി ഉറപ്പായിട്ട് ജയിക്കും. അരിവാൾ ചുറ്റുക ഒരു മാറ്റമില്ല, ചാകുന്ന വരെ മാറ്റമില്ല. ഇതന്നെയാണ് മടിക്കയുടെ നമ്മുടെ ഈ നാടിൻ്റെ പ്രത്യേകത. അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നം കണ്ടാൽ പിന്നെ ഒരു മാറ്റവുമില്ല, അത് ഉറപ്പാണ്. അപ്പോൾ സബീഷിനെ സംബന്ധിച്ച് പറയുമ്പോൾ അജാനൂർ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ആ ഒരു സ്ഥാനത്ത് നിന്നാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് വരുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പ്രൊമോഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പ്രൊമോഷനായി കാണുന്നില്ല. നമ്മുടെ പാർട്ടി പ്രസ്ഥാനം ഒരു ചുമതല ഏൽപ്പിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം അജാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ അവിടെ ചില വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൈരളി തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കിയിട്ടുള്ള ആരോഗ്യഗ്രാമം പദ്ധതി, അതുപോലെ തന്നെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഡയാലിസിസ് യൂണിറ്റ്, അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ അവിടെ നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു ഉത്തരവാദിത്വം കൂടി ഇപ്പോൾ പാർട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം കൂടി ഭംഗിയായി നിർവഹിക്കാൻ പരമാവധി ഞാൻ ശ്രമിക്കും. എന്തൊക്കെയാണ് പ്രധാന പ്രചാരണ വിഷയങ്ങൾ? ഒന്ന്, കേരളത്തിലെ LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലിവിടെ ഉണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങളൊക്കെ ഉണ്ട്, എടുത്തു പറയാം. ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. ഇപ്പോൾ അജാനൂർ പഞ്ചായത്തിലായാലും മടിക്കൈ പഞ്ചായത്തിലായാലും കേരളത്തിനകത്തെ ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത്. പാലങ്ങൾ, അതുപോലെ തന്നെ റോഡുകൾ, സ്കൂളുകളുടെ ബിൽഡിങ്, അതുപോലെയുള്ള TS തിരുമുമ്പിൻ്റെ സ്മാരകം ഉൾപ്പെടെയുള്ള സാംസ്കാരിക സമുച്ചയങ്ങൾ, വലിയ വലിയ പദ്ധതികളാണ് മടിക്കയിലായാലും അജാനൂരിലായാലും ഈ മടിക്കൈ ഡിവിഷനിൽ വരുന്ന സ്ഥലങ്ങളിലെല്ലാം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾ വലിയ നിലയിൽ ആവേശത്തോടു കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പെൻഷൻ വർദ്ധിപ്പിച്ചതുൾപ്പെടെ ജനങ്ങൾ വലിയ സന്തോഷത്തിലാണ്. വീട്ടമ്മമാർക്ക് പ്രത്യേക പദ്ധതി നടപ്പിലാക്കി, കണക്ട് വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള സ്കോളർഷിപ്പ്, അതെല്ലാം തന്നെ ജനങ്ങൾ ആവേശത്തോടു കൂടിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിൽ പോകുന്ന സമയത്ത് വളരെ ആവേശത്തോടു കൂടി ഈ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുകയാണ്. അവർ വലിയ ആവേശത്തിലാണ്. അതുകൊണ്ട് തീർച്ചയായും കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാം. എല്ലാ സാഹചര്യവും ഇന്നുണ്ട്. അത് തന്നെയാണ് ഈ ഇലക്ഷൻ്റെ റിസൾട്ടായി വരാൻ വേണ്ടി പോകുന്നത്. ഏതായാലും കേരളത്തിലെ വികസനം തന്നെയാണ്, അഭിമാനത്തോടു കൂടി എടുത്തു പറയാൻ കഴിയുന്ന വികസന നേട്ടങ്ങൾ തന്നെയാണ് പ്രചാരണ വിഷയമായി സബീഷ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങൾക്ക് ആഴത്തിൽ വേരുകളുള്ള മടിക്കയുടെ മണ്ണിൽ ചരിത്ര വിജയം കുറിക്കുമെന്ന പ്രതീക്ഷയാണ് LDFിനുള്ളത്. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.